രാവിലെ 6:15 എഴുന്നേറ്റിട്ട് ഒരു സ്ഥലത്ത് പോണേണ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ടേക്ക് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് ടുഡേ. ഇല്ല നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് ആദ്യം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഈശ്വര പ്രാർത്ഥനയാണ്. നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്നതുകൊണ്ട് ഞാൻ കർണാടക ഇവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ പോണത്. അല്ല, കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യണത്. അതാണ് ആകെയുള്ളൊരു ബുദ്ധിമുട്ട്. ഞാൻ സെലിബ്രിറ്റീസിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെലിബ്രിറ്റീസ് ദിസ് ഗൈ. ലുക്ക് അറ്റ് ദിസ് ഹാൻസം ഗൈ. എവിടെ പോണേന്ന്? Please contact the nearest cabin crew member. We will. Guys, something happened. Like ഞാൻ ഇവിടുത്തെ ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് എനിക്ക് വന്ന എന്താണെന്ന് കാണിച്ചിടാം. My queen, guys, my queen. I think about your day and ask you how it is. Why Anwar Salim and cruel when we could have all this in the drive-thru. Order my food. ഗൈസ്, ഇഡ്ഡലി വട ഓർഡർ ചെയ്തതാ. ഒരു ഇഡ്ഡലി ഒരു വടയും. ഇതേപോലത്തെ ഒരു വള്ളി പിടിച്ച ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ പൊന്നെ, കറങ്ങി കറങ്ങി കറങ്ങി. ലൈക്ക് നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ലൈക്ക് ഈസി ആയിട്ട് ഞങ്ങൾ എത്തി. പക്ഷേ എന്താ ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തണില്ല. വണ്ടി റെൻ്റ് എടുക്കാൻ തൊട്ട് അത് ശരിയാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണീൻ്റെ വാലറ്റ് മിസ്സായി. ഊബറിൽ അത് കണ്ടുപിടിച്ച് പിന്നെ വണ്ടി റെൻ്റ് എടുത്ത് അപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ ഇത് എന്തോ കാണിച്ചു വെച്ചേക്കുന്ന ഒരു Airbnb ഫോട്ടോ. മറ്റേ ഓൺലൈൻ വേഴ്സസ് റിയാലിറ്റി ഇല്ലേ, ആ സാധനമാണ് നമുക്ക് കിട്ടിയണത്. മിററും കൂടി ഇല്ലാത്തൊരു വീട്. പക്ഷേ ജനലിൻ്റെ അപ്പുറത്ത് നിന്ന് കാണുന്ന കാഴ്ച കൊള്ളാം. ബാൽക്കണി ഇല്ല. റൂമൊക്കെ ഭയങ്കര ശോകം. ഒന്നും പറയാനില്ല. വി ആർ വെരി ഡിസപ്പോയിൻറ്റഡ്. അതായത് ഇമേജ് കാണിച്ച പോലെ ഒന്നുമില്ല. ഒന്ന് പവർ നാപ്പ് എടുത്തതാണ്. ചിലവർ ഞങ്ങളെ വിളിച്ചില്ല, കാരണം ഉറങ്ങണവരെ ശല്യപ്പെടുത്തില്ല എന്നാണ് അൻവർക്കൊക്കെ പറയണത്. ഉറങ്ങുന്നവരെ ശല്യം ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ്. അങ്ങനെ ഇപ്പോൾ 7 മണിയായി. ഞങ്ങൾ ഇവരുടെ ഒരു ആവശ്യത്തിന് വന്നത്. ഇറ്റ്സ് സർപ്രൈസ്. സർപ്രൈസ് എന്നല്ല, സീക്രട്ട്. ഇപ്പം എന്തായാലും 7 മണിയായി. മൂഞ്ചി അതന്നെ. കോപ്പിറൈറ്റഡ് ഉണ്ടാ? എൻ്റെ 5 പേര് കാണുന്ന യൂട്യൂബ് ബ്ലോഗാണ്. കോപ്പിറൈറ്റ് കിട്ടുന്നു അത്രക്കൊന്നും പോയിട്ട് അങ്ങനെ കിട്ടത്തൊന്നുമില്ല. കോപ്പിറൈറ്റ് കിട്ടത്തൊന്നുമില്ല. ഇതായിരുന്നു ഗൈസ് ആ സെലിബ്രിറ്റി. പിന്നെ ഇനി എങ്ങനെ നീലക്കുയിലൊക്കെ വന്നാൽ ഫുൾ റെഡി. നീ ഏത് ഞങ്ങളുടെ ഡ്രൈവറാണ് ഉണ്ണി. ഓക്കെ, ഫുൾ ക്യാമറ തട്ടി നടക്കാൻ പറ്റും. കൊള്ളാം. രാവിലത്തെ ചായനേലും കൊള്ളാം. ഞാൻ കണ്ടായിരുന്നു, ഡോക്ടർ ക്രോമൻഡലിൽ ഉണ്ടായിരുന്നു. തീ പിടിച്ചൊരു കെട്ടിടം. നോക്കാലോ. എന്താ പറഞ്ഞ കളസം കിട്ടി.
അന്ന് ആക്ച്വലി ലേറ്റായി ഞങ്ങൾ ഈ മാർക്കറ്റിലെത്തിയപ്പോൾ. ഇത് മുംബൈയിലെ ഏതോ ഒരു മാർക്കറ്റാണ്, നമ്മുടെ ബ്രോഡ്വേ ഒരു എക്സൽ സൈസ് ആയ പോലെ. ഇവിടെ നിറച്ച് ചെരുപ്പും ബാഗും ബാംഗിൾസും ജ്വല്ലറീസും ഒക്കെ കണ്ടിട്ട് മണ്ടിയായ ഞാൻ അന്നൊന്നും മേടിച്ചില്ല. പിറ്റേ ദിവസം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും മേടിക്കാനും പറ്റില്ല. ലാസ്റ്റ് ഡേ ഭയങ്കര റഷ് ആയതുകൊണ്ട് ഈ ഒരു മാർക്കറ്റിലേക്ക് വരാനും പറ്റില്ല. ഞാൻ അതോർത്ത് ഇപ്പോഴും വിഷമിക്കുന്നു. ഗൈസ് ആ ഹുദ ബ്യൂട്ടി തന്നെ അങ്ങ് എടുത്തു. ഗൈസ് പണ്ട് ഞങ്ങൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മോമോസ് കഴിച്ച് ജീവിച്ചതിലായിരുന്നു. ഇപ്പൊ നമ്മൾ മുംബൈയിലെ സ്ട്രീറ്റുകളിൽ മോമോസ് കഴിച്ച് ജീവിക്കാനായി എത്തി. ഗൈസ് കണ്ണിടരുത് വയ്യ മോമോസ് പാനിപ്പൂരി ഉണ്ണിക്ക് എനിക്ക് വേണ്ട ഉണ്ണിക്കാണോ 1 प्लेट में कितना 6 पीस आए 6 1 2 3 4 5 6 ഉണ്ണിന്റെ പ്ലേറ്റ്. ओके सर ഓക്കെ ശരി. കളിക്ക് 1 2 3 ആദ്യത്തെ 2 തമ്മിലാണ് തിരിഞ്ഞൊന്നും എടുക്കാം. ഓക്കെ ഓക്കെ ആക്ഷൻ ആക്ഷൻ ഇങ്ങോട്ട് നോക്കണില്ലേ? അപ്പൊ ഞങ്ങള് മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇങ്ങനെ മരങ്ങളില്ലേ, ലൈക്ക് റോഡിലേക്ക് ചെരിഞ്ഞിടുന്ന മരത്തിന്റെ പൊക്കത്തില്ലേ ഇങ്ങനെ ഷീറ്റ് ഇട്ട് വെക്കും. എന്തൊരു നല്ല ആൾക്കാര് അടുത്തിങ്ങനെ ക്യാമറ അല്ല എന്നെ ഭംഗി വേണം. ഓക്കെ ഗായ്സ്, ഞങ്ങള് കൊങ്കിണി ഹെവൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റിൽ കഴിക്കാൻ വന്നത്. പക്ഷേ കൊങ്കിണി ഫുഡ് അതെ സജസ്റ്റ് ബൈ പ്രവീൺ, സെലിബ്രിറ്റി പ്രവീൺ. പക്ഷെ മൂഞ്ചിപ്പോയി. കമ്പനി ഫുഡ് ബ്രാൻഡി ഉണ്ട്. ഗൈസ് പ്രവീണിനെ തെറ്റിദ്ധരിച്ച് വിളിച്ചെടുക്കാൻ ഇവിടെ കൊങ്കിണി ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ കൊങ്കിണി Very സ്റ്റൈൽ genius റെഡ് guy. മസാല, എന്തൊക്കെയുള്ളത് ജാക്ക് ഫ്രൂട്ട് മസാല, കൊങ്കിണി. അൻവർ ഷൈയാണോ? അൻവർ എന്താ കുടിക്കുന്ന? രസ്നയില് അതെ. പക്ഷെ പ്രവീൺ പറഞ്ഞു തന്ന ഫുഡ്സ് റെക്കമെൻഡേഷൻസ് ടാക്സിക്കാരോട് ഭയങ്കര ഇഷ്ടമായി. അതെ അൻവർ ശരിക്കും ഇതാണ് മുംബൈ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണെന്ന് തോന്നുന്നു മറ്റേ റാവനില് കരീന കപൂർ കൊച്ചിനെ തട്ടിക്കൊണ്ടുവരുന്ന സ്ഥലം. ഓക്കെ, സോ ഡേ 2 ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നേക്കണേണ്. എത്തിയിട്ടൊരു 2 മണിക്കൂർ ഇതുവരെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ടൈം ഇസ് ലൈക്ക് 12:30 ആയി. മൂഞ്ചിരിക്കുന്നു. എനിക്ക് കോപ്പിറൈറ്റ് തരുമോ? വിശന്ന് വലഞ്ഞ മനുഷ്യരാണ് കഴിച്ചതെല്ലാം. ഭയങ്കര ഒരു ബിസി സിറ്റിയാണ് മുംബൈ ആക്ച്വലി. ലൈക്ക് വിശന്ന് വലഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു ചായക്കട തപ്പി ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ചായക്കട കിട്ടി. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചായ ഗ്ലാസ് കണ്ടാൽ നമുക്ക് സങ്കടം വരും, കാരണം അത്ര ചെറുത്. ഞങ്ങൾ 4 പേര് 2 ഗ്ലാസ് ചായയാണ് അന്ന് കുടിച്ചത് ആ ഒരു സമയത്ത്, കാരണം എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ചില വിശന്ന് പണ്ടാരായിട്ട് ഗൂഗിൾ മാപ്പിൽ ഒരു സ്പോട്ട് കണ്ടിട്ട് അങ്ങോട്ടേ കഴിക്കുമ്പോഴാണ് ഞാനാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല. ചെറുതായിട്ട് മൂഞ്ചിന്ന് വിചാരിച്ച പ്രശ്നമുണ്ടാവും. നല്ലൊരു സ്പോട്ട്, ഭയങ്കര കംഫി ക്യൂട്ട് സ്പോട്ട്. ഫുഡ് എങ്ങനെ ഉണ്ടാവും നോക്കാം. അൻവറിന്റെ തലപ്പം അന്ന് നിവർത്തി അൻവറിന് നടക്കാൻ പറ്റാത്തൊരു സ്ഥലം. നീ ആറടി ആയി ഞങ്ങൾ എന്ത് എന്റെ ഫുഡ് ഫ്ലോപ്പായി. ഞങ്ങൾ ആക്ച്വലി ഒരു കാര്യത്തിനാണല്ലോ വന്നത്, അപ്പോൾ അത് ചെയ്ത് ഞങ്ങൾ ബിസിയായി പോയി. ആൻഡ് എനിക്ക് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട് ഞാൻ ആകെ 3 ഡ്രസ്സ് പാക്ക് ചെയ്തുള്ളൂ. എനിക്ക് ഡ്രസ്സില്ല. ഒരു റെഡ് ടീ-ഷർട്ട് കൊടുക്കാന്ന് പറഞ്ഞേ ഗൈസ്. വിചാരിച്ചു പക്ഷെ നടന്നില്ല. എന്തൊരു നല്ല മനസ്സിന്റെ ഉടമ. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്നത് കൊണ്ട് എങ്ങനെ പാക്ക് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ജസ്റ്റ് 3 ഡ്രസ്സ് മാത്രം എടുത്തിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മുംബൈ വരെ വന്നു. കുഴപ്പമില്ല, നാളെ ഷോപ്പ് ചെയ്യാം അല്ലേ?
പക്ഷെ കയ്യിലൊരു മൂന്ന് ബാഗ് ഉണ്ടായിരുന്നു. എനിക്ക് വിശ്വാസം ആവണില്ല. കാരണം സാധാരണ ഇങ്ങനെയല്ല. എന്റെ 5 ജോഡി ഉണ്ട്, 2 ഡ്രസ്. 5 ജോഡി ഞാൻ എന്റെ വീട്ടിൽ പോണത് ഒരു 6 5 ജോഡി ഒരൊറ്റ ചട്ടി. 5 ജോഡി ഡെയിലി ഇടാനുള്ളതും 4 ജോഡി വീട്ടിൽ ഇടാനുള്ളതും 10 ചട്ടി It just happened, guys. Super Good excited. start. Are you excited for 3 stories? Yeah, I'm so excited. On scale of 1 to 10. You are excited. മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഫുഡ് സ്പോട്ട് കിട്ടുന്നില്ല. ലൈക്ക് എന്തോ ഒരു സ്ഥലം 2 സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ലൈക്ക് നമുക്ക് അവിടുത്തെ ഫുഡ് പറ്റണമെന്നില്ല എന്നല്ല, പക്ഷെ നല്ല ഫുഡൊന്നുമില്ല. ഫൈനലി വി ആർ അറ്റ് ഷാലിമാർ. അത് നൈസുണ്ടോ? ഗാർലിക്കിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കില്ലേ ട്രിപ്പൊക്കെ പോകുമ്പോൾ വെളുത്തുള്ളി കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ വാങ്ങും. ഞങ്ങൾ കൊടൈക്കനാലോട്ട് വാങ്ങി. ഇവിടെ ഉണ്ടായി, പക്ഷെ നമ്മൾ മേടിച്ചിട്ട് ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റൂലല്ലോ. ആ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യമേ കേൾക്കുന്നത്. ഫുൾ ടൈം ഫോണിലാണ് ഈ അൻവർ. നോ സോഷ്യലൈസിങ് സ്കിൽസ്. ഇനി അടുത്ത ട്രിപ്പിൽ അൻവറിനെ കൊണ്ടുപോകൂല. ഓൺലി 3 of us. കുതിയൻ 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 കുതിയൻ. It's prawn thali. This is chicken thali. Guys, Anwar single ആണെന്ന് എത്ര പേർക്ക് അറിയാം? Anwar is single and ready to mingle. Okay. സ്നേഹം തേനല്ല. ഞാൻ അങ്ങനെ തന്നെ പൊട്ടി. സോറി കേട്ടോ. நல்லா இருக்குல்ல? ജലജീര പോലെ ഉണ്ടേ. ഞങ്ങളൊരു മോളിലൊക്കെ കയറി ചെറിയൊരു ഷോപ്പിംഗ് അൻവറിനുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് സെയിം 2 ചായ ഒരാൾ വെച്ച് കുടിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയി. മുംബൈ വാസ് ലൈക്ക് ഇങ്ങനെ രാവിലെയൊക്കെ ഭയങ്കര ഒരു ഡിപ്രസീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ. മുംബൈ രാത്രി ആകുമ്പോൾ ഒക്കെ ഒരു വൈബൊക്കെ കിട്ടും. ഇനി ഞാൻ മുംബൈയിലേക്ക് തിരിച്ചു പോകുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ മെയിൻലി ഞങ്ങളിതൊരു ആവശ്യത്തിന് വന്നുകൊണ്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടായില്ല മുംബൈയിൽ. ബട്ട് സ്റ്റിൽ മുംബൈ വാസ് വെരി ഇങ്ങനെ ഒരു എന്തോ ഒരു സ്ഥലം, ഒരു മ്ലാനതയായിരുന്നു മൊത്തത്തിൽ. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായത്. ആൻഡ് ഓൾസോ എനിക്ക് ഫുഡാണെങ്കിൽ അവിടുത്തെ ചോയ്സസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഇനി ഞാൻ പോകുന്നു തോന്നണില്ല.